2 ദിവസം മുമ്പുണ്ടായ ഒരു സംഭവം എന്നെ വളരെ അസ്വസ്ഥനാക്കിയ ഒരു സംഭവമാണ്. എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആളുമായിട്ട്, മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളുമായിട്ട് യാതൊരു അടുപ്പമില്ല. അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്, കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ളതല്ലാതെ എനിക്ക് അയാളെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ഒരു സംഭവം ഉണ്ടായത്, ഇപ്പോൾ അയാളെ വീട് വളഞ്ഞ് രാത്രി കിടന്ന് ഉറങ്ങുന്ന ഒരാളെ വെളുപ്പിനെ കയറി പോലീസ്, അതായത് വലിയ കള്ളനെയും കൊലപാതകയൊക്കെ പിടിക്കാൻ നടക്കുന്ന മാതിരി, വലിയ അക്രമയെ പിടിക്കാൻ നടക്കുന്ന മാതിരി ഇയാളെ പോയി വീട് വളഞ്ഞ് പിടിച്ചു എന്നുള്ളതാണ്. ഇയാൾ ഒളിവിലൊന്നും ആയിരുന്നില്ല. അയാളെ പരസ്യമായിട്ടൊരു ഈ റോഡിലൊക്കെ ഇറങ്ങി നടന്നുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. അയാൾക്ക് ഒരു വേറെ അയാൾ ഒളിവിലോ അല്ലെങ്കിൽ ഭയന്ന് വീട്ടിൽ ഇരുന്ന് കയറിയിരുന്ന ആളോ ഒന്നുമല്ല. ഇത് രാത്രി കിടന്ന് ഉറങ്ങിയ ആളാണ്. അയാളെ ഇങ്ങനെ വീട് വളഞ്ഞിട്ട് വലിയ അക്രമികളെയും വലിയ കൊലപാതകളെയും കള്ളന്മാരെയും ഒക്കെ പിടികൂടുന്ന മാതിരി, പിടികൂട്ടാ പുള്ളികളെ പിടിക്കുന്ന മാതിരി പോലീസ് പോയി പിടിച്ചു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഷോ കാണിക്കേണ്ട കാര്യം, ഇവർക്കെല്ലാം ഷോയാണല്ലോ ഇപ്പോൾ വേണ്ടത്. അപ്പോൾ ഈ പോലീസ് എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടകങ്ങളായി മാറുമ്പോൾ വലിയ പ്രശ്നമാണ് അവിടെ വരുന്ന നാട്ടിൽ. ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇയാളെ വിളിച്ചാൽ അയാൾ പോകുന്നതേ ഉള്ളൂ പോലീസ് സ്റ്റേഷനിൽ. അയാളെ വിളിച്ചു വരുത്താം. അല്ലെന്നുണ്ടെങ്കിൽ അയാളെടുത്ത് പറയാതെ ഇത് നിങ്ങൾ വന്ന് കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ അയാൾ പോകുന്നതേ ഉള്ളൂ പോലീസ് സ്റ്റേഷനിൽ. അതിന് പകരം ഇയാളെ ഓടിച്ചിട്ട് പിടിച്ചു മാതിരി വീടെല്ലാം വളഞ്ഞ് രാത്രി ഉറങ്ങിക്കിടന്ന ഒരാളെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോവാം, ഉറക്കപ്പായിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോവുക. എന്താണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് കേരളം ഭരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളുകളായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ മാറുക എന്ന് പറയുന്ന വളരെ ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം, വലിയൊരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിനകത്ത് വേറെ ഒരു കാര്യമുള്ളത്, ഇനി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ വേറെ ആളുകളുമൊക്കെ ഇതിനകത്ത് പ്രതികളായിട്ടുണ്ട്. ഇനി ഈ പ്രതിപക്ഷ നേതാവിനെ ഇതേപോലെ ഉറക്കപ്പായി നിന്ന് പിടിച്ചിട്ട് പോവുമോ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഇവിടെ എന്ത് ചെയ്യാം എന്നുള്ള ഒരെണ്ണം, അതിനൊരു എന്താ വെച്ചാൽ ഭയപ്പെടുത്താനുള്ള ഒരു പണിയായി കാണിച്ചേക്കുന്നത്. എന്നിട്ട് അയാളോ അതിന് ജാമ്യം മൂവ് ചെയ്യുന്നു. ജാമ്യം മൂവ് ചെയ്തപ്പോൾ അത് 17-ാം തീയതിയിലേക്ക് മാറ്റിയേക്കും. എന്തിനാ മാറ്റുന്നത്, അങ്ങനെ മാറ്റി വെക്കേണ്ട എന്താ കാര്യം എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇതൊന്നും അങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമല്ല. അതിനുവേണ്ടിയുള്ള ഒഫൻസ് ഒന്നും ഉള്ളതല്ല. ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റാണ് നടന്നത്. ആ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബന്ധപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതിനകത്ത് നടക്കുമ്പോൾ അതിനകത്തൊക്കെ കൊണ്ടുവന്ന് 17-ാം തീയതി വരെ ആ കേസ് മാറ്റിവെച്ച് അത്രയും കൂടെ അയാളെ ജയിലിൽ കിടത്തണം എന്നുള്ള ഒരു ധാരണ മജിസ്ട്രേറ്റ് കോടതിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഇത് വളരെ വളരെ അതായത് ഇപ്പൊ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് വെറും തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ അഴിമതികളുടെയും ഒക്കെ ഒരു ഭാഗം തന്നെയാണ് ഈ അറസ്റ്റ്. അല്ലെങ്കിൽ ഇതുപോലൊരു പൊതുപ്രവർത്തകനെ, രാഷ്ട്രീയ പ്രവർത്തകനെ ഇതേപോലെ വീട് വളഞ്ഞ് അതിനകത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോയി കള്ളനെ പിടിക്കുന്ന പോലെ പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അയാൾ തെരുവിലുണ്ടായിരുന്നു, റോഡിലുണ്ട് നടന്നതാണ്, മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു, അവിടെ നിന്നൊക്കെ അറസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതൊന്നുമില്ലാതെ പോലീസിൻ്റെ ഒരു ഇരട്ടത്താപ്പാണ് ഈ കാണിക്കുന്നതൊക്കെ. അത് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ച ഡിവൈഎഫ്ഐക്കാരെയും അതേപോലെ തന്നെ തെരുവുണ്ടകളെയൊക്കെ അവരെയൊക്കെ ഈ പോലീസ് കൈകാര്യം ചെയ്ത രീതി എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പം ആ ഒരു നയം പോലീസിന് ഈ രീതിയിലുള്ള ഇത്രയും പ്രകടമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചായ്വെന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കാൻ പാടുള്ളതല്ല. പോലീസ് ഇവരുടെ കയ്യിലെ ചട്ടകങ്ങളല്ല എന്ന് അവരൊന്ന് തിരിച്ചറിയണം. അതാ വേണ്ടത് നമ്മുടെ നാട്ടിൽ. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ നിയമവാഴ്ച ശരിയായി മുമ്പോട്ട് പോകത്തില്ല. അതേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ.